അതായത് മറ്റു മതങ്ങളെ ആരാധിക്കുക, മറ്റു ദൈവങ്ങളെ ആരാധിക്കുകയാണ് ഇസ്ലാം പ്രകാരം. ബഹുദൈവ ആരാധന എന്ന് പറയും. അതാണ് ഏറ്റവും വലിയ പാപം. അത് ഉമ്മയെ വ്യഭിചരിക്കുന്നതിനേക്കാൾ വലിയ പാപമാണെന്ന് പല മൗലവിമാരും പറയുന്നുണ്ട്. നമ്മൾ പറയല്ല, നമ്മൾ ഏറ്റവും വിവരക്കേടൊന്നും പറയാറില്ല. അതായത് പശുവിനെ ആരാധിക്കണം എന്നാണ് സവർക്കർ പറഞ്ഞ്, പശു ഒരു പാവം മൃഗാണ്, നിങ്ങൾ പശുവിനെ ആരാധിക്കരുത്, പശുവിന് യാതൊരു പുണ്യവും പവിത്രതയും ഇല്ല, ഗാനം പാടണോ പാടണ്ടേ, നിലവിളക്ക് കൊളുത്തണോ കൊളുത്തണ്ടേ വരെ ചർച്ച നടക്കുന്ന ഒരു സംസ്ഥാനം എന്നാൽ എന്തൊരു കഷ്ടാണ്. സൗകര്യമുള്ളവർക്ക് കൊളുത്താം, കൊളുത്താതിരിക്കാം. കൊളുത്തിപ്പോയി എന്ന് വെച്ചാൽ ഒരു വിദ്യയുടെ പ്രതീകമായ ഒരു സാധനം ചെയ്തു എന്ന് വെച്ചിട്ട് യാതൊരു തെറ്റുമില്ല. ഇസ്ലാമോ ലെഫ്റ്റ് എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പാണ്, നിരന്തരമായി ഇന്ത്യ തകരുകയാണ്. ഇവർക്ക് എന്താണ് ഇതിൽ മാനസിക സുഖം കിട്ടുന്നതെന്നാ? അവനാനെ പെറ്റി പോറ്റി വളർത്തിയ രാജ്യത്തെ 24 മണിക്കൂർ നെഗറ്റീവ് അടിക്കുക, ഇന്ത്യ ഒന്നിനും കൊള്ളൂല, ഇന്ത്യ പട്ടിണി സൂചികയിൽ നൈജീരിയേക്കാളും പിറകിലാണ്, ഇങ്ങനെയുള്ള ഓരോരോ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. 5-6 പേർ പാകിസ്ഥാന് വേണ്ടി ജയ് വിളിക്കാൻ ഇന്ത്യയിൽ ഉണ്ടായി. ഞാൻ നേരിട്ട് കണ്ട സംഭവമാണത്. നമസ്കാരം. നമുക്ക് റെസ്പോൺസ് സ്കെയിലിൽ നിന്ന് നമ്മളോട് സംസാരിക്കാൻ വന്നിരിക്കുന്ന എം റിജു സാറാണ്. ജേർണലിസ്റ്റ് ആണ്, അതേപോലെ പ്രൊഫസറാണ്, ഒരുപാട് മാധ്യമത്തിൽ പ്രവർത്തിച്ച വ്യക്തിയും കൂടിയാണ്, സാമൂഹ്യ പ്രവർത്തകനാണ്. നമുക്ക് റെസ്പോൺസ് സ്കെയിലേക്ക് സാറിന് സ്വാഗതം. നമസ്കാരം. ആദ്യം നമ്മൾ ചോദിക്കാൻ പോകുന്നത്, അതായത് ഈ വന്ദേ മാതരം മുഴുവൻ പാടാൻ പാടില്ല, അല്ലെങ്കിൽ 2 വരികൾ മാത്രം പാടണം എന്നൊക്കെയാണ് പറയുന്നത്. എന്താണ് ഈ വന്ദേ മാതരത്തിനോട് ഇത്ര വെറുപ്പ് ഇവർക്ക്? അതിലൊന്നും പ്രത്യേകിച്ച് ഒരു കാര്യമുണ്ട് എനിക്ക് തോന്നുന്നില്ല. പൊതുവെ ഞാൻ ഈ അമിത ദേശീയവാദിയെ അല്ല, ഈ ദേശീയതയെ പ്രോത്സാഹിപ്പിക്കുന്ന രീതിയിലുള്ള ഗാനങ്ങളൊന്നും നമുക്ക് അധികം വേണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളല്ല. അന്ധമായൊരു ദേശീയ ബോധം തന്നെ ഒരു പരിധിക്കപ്പുറം അത് അപകടകരമാണ്. നമുക്ക് രാഷ്ട്രസ്നേഹം മതി. ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഇങ്ങനെ ദേശീയഗാനം പാടി വന്ദേമാതരം പാടിയൊന്നും വേണ്ട. ഇനിയിപ്പം പാടി എന്ന് വെച്ചിട്ട് യാതൊരു കുഴപ്പമില്ല. വന്ദേ ഭാരത് എന്ന പാട്ടിന്റെ അർത്ഥം എന്താണ്? ജസ്റ്റ് ഒരു ഗൂഗിൾ ചെയ്ത് നോക്കിയാൽ മതി. പക്ഷെ ഇവിടെ ഇപ്പം നടക്കുന്നത് വർഗീയ പ്രചരണം, പച്ചയ്ക്ക് പറയാലോ. ഇത് എന്താണെന്ന് വെച്ചാൽ, ഇത് ഇസ്ലാമിസ്റ്റുകളിൽ ഒരു വിഭാഗം ഇതിനെ എതിർക്കുന്നത്, ഇത് അവരുടെ സംബന്ധിച്ച്, അവരുടെ മതം സംബന്ധിച്ച് ഏറ്റവും വലിയ തെറ്റ് എന്നുള്ള ശിർക്കാണ്. അതായത് മറ്റു മതങ്ങളെ ആരാധിക്കുക, മറ്റു ദൈവങ്ങളെ ആരാധിക്കുകയാണ് ഇസ്ലാം പ്രകാരം. ബഹുദൈവ ആരാധന എന്ന് പറയും. അതാണ് ഏറ്റവും വലിയ പാപം. അത് ഉമ്മയെ വ്യഭിചരിക്കുന്നതിനേക്കാൾ വലിയ പാപമാണെന്ന് പല മൗലവിമാരും പറയുന്നുണ്ട്. നമ്മൾ പറയല്ല, നമ്മൾ ഏറ്റവും വിവരക്കേടൊന്നും പറയാറില്ല. അത്തരം കാര്യങ്ങൾ പറയാൻ തന്നെ നമുക്ക് അറപ്പാണ്. പക്ഷെ ഇവര് പരസ്യമായി പറയുന്നുണ്ട് ശിർക്കാണ് ഏറ്റവും വലിയ പാപം. അപ്പൊ ഇവരെ പേടി എന്താണ്? വന്ദേ മാതരം എന്നുള്ള ഗാനത്തിൽ ഉടനീളം പറയുന്നത് പിന്നെ മറ്റു ദൈവങ്ങളെ ആരാധിക്കാനാണെന്ന്. അത് തെറ്റാണ്. അതായത് മറ്റു ദൈവങ്ങളെയല്ല, അത് പറയുന്നത് രാജ്യത്തെ ദൈവത്തോട് ഉപമിക്കുകയാണ്. അതൊരു ഉപമ മാത്രമാണ്, അത് മറ്റു ദൈവ ആരാധന അല്ല. വന്ദേമാതരം പാടി എന്ന് വെച്ചാൽ യാതൊരു കുഴപ്പമില്ല. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു ഗാന. ഞാൻ ഇടയ്ക്കിടയ്ക്ക് മൂളാറുണ്ട്. സുഫലാം സുജലാം മലയേത ശീജല, എന്ത് നല്ല വരികളാണ്. സുബ്രത് ജോസ്ന സുപരിത യാമിനി എന്നൊക്കെ പറയുന്ന ആ കവികളിലെ ആ കവിത്വം തുളുമ്പുന്ന വരികൾ ഉണ്ടല്ലോ. അപ്പൊ ആ ചന്ദ്രികാ ചർച്ചിതമായ ആകാശമൊക്കെ കാണുമ്പോൾ ഞാനൊക്കെ ഇടയ്ക്ക് ആ പാട്ട് മൂളിപ്പോവും. അപ്പൊ അതിലൊന്നും യാതൊരു പ്രശ്നവുമില്ല അങ്ങനെ. പക്ഷെ ഇത് കമ്മ്യൂണലായിട്ട് ഇതിനെ കാണുന്നതിനോടാണ് നമുക്ക് എതിർപ്പ്. ഇവിടെയാണ് ഞാൻ വി ഡി സവർക്കറെ, നമ്മൾ എപ്പോഴും ഷൂനക്കി എന്ന് പരിഹസിക്കപ്പെടുന്ന വി ഡി സവർക്കറെ ആലോചിച്ച് പോകുന്നത്. സവർക്കർ ഉണ്ടായിരുന്ന സമയത്തുണ്ടെങ്കിൽ അദ്ദേഹം എന്താണ് പറയാ, ഈ പാട്ടിലൊന്നും ഒരു കാര്യമില്ല എന്നാ. അതായത് പശുവിനെ ആരാധിക്കണം എന്നാണ് സവർക്കർ പറഞ്ഞ്, പശു ഒരു പാവം മൃഗാണ്, നിങ്ങൾ പശുവിനെ ആരാധിക്കരുത്, പശുവിന് യാതൊരു പുണ്യവും പവിത്രതയും ഇല്ല, പശു ഒരു സാധു ജീവിയാണ്, നമ്മൾ വ്യവസായം ചെയ്ത് വളരണം, നമ്മൾ പഠിച്ചു വളരണം, നമ്മൾക്ക് ശാസ്ത്രത്തോട് താല്പര്യം വേണം, അങ്ങനെ നമ്മുടെ സമൂഹത്തെ ഡെവലപ്പ് ചെയ്യണം, നമ്മുടെ ചിഹ്നം നരസിംഹമാണെന്നാണ് സവർക്കർ പറഞ്ഞത്, അല്ലാതെ പശു അല്ല എന്നാ. അത് തന്നെയാണ് നമുക്ക് പറയാനുള്ളത്. നമ്മൾ ഈ ഇത്തരം കാര്യത്തിലല്ല നമ്മൾ അഭിരമിക്കേണ്ടത്. ഗാനം പാടണോ പാടണ്ടേ, നിലവിളക്ക് കൊളുത്തണോ കൊളുത്തണ്ടേ വരെ ചർച്ച നടക്കുന്ന ഒരു സംസ്ഥാനം എന്നാൽ എന്തൊരു കഷ്ടാണ്. സൗകര്യമുള്ളവർക്ക് കൊളുത്താം, കൊളുത്താതിരിക്കാം. കൊളുത്തിപ്പോയി എന്ന് വെച്ചാൽ ഒരു വിദ്യയുടെ പ്രതീകമായ ഒരു സാധനം ചെയ്തു എന്ന് വെച്ചിട്ട് യാതൊരു തെറ്റുമില്ല. ഞാൻ ചെയ്യാത്ത ആളാണ്. ഞാനൊരു എത്തീസ്റ്റ് എന്ന നിലയിൽ മതപരമായ ഒരു ചിഹ്നത്തിന് യാതൊരു ബഹുമാനം കൊടുക്കാത്ത ആളാണ്. ഒരു ഭാഗത്ത് പ്രാർത്ഥന നടത്തുമ്പോൾ ഞാൻ മാത്രം എണീക്കാറില്ല. പണ്ട് തൊട്ടേ പ്രാർത്ഥന നിങ്ങളുടെ പേഴ്സണൽ കാര്യമാണ്, അതിൽ ഞാൻ ഇടപെടുന്നില്ല. എനിക്ക് പ്രാർത്ഥനയോട് തരുമ്പും ബഹുമാനമില്ല, അതെന്റെ വ്യക്തി സ്വാതന്ത്ര്യമാണ് എന്ന് വെച്ചൊരു നിയമം വന്നാൽ ഞാൻ അത് ലംഘിക്കൂല. ഈ രാജ്യത്ത് വന്ദേമാതരം പാടണം എന്നാണ് നിയമമെങ്കിൽ, രാജ്യത്തിന്റെ നിയമം അനുസരിക്കുന്ന ഒരു വ്യക്തിയുള്ളവർ ഞാനത് പാടും. വിദേശ രാജ്യത്ത് പോയി, നമ്മളൊരു അറേബ്യൻ രാജ്യത്ത് പോയി, അവിടെ ഒരു നിയമം ഉണ്ടെങ്കിൽ ആ നിയമം അനുസരിക്കുന്ന നമുക്ക് യാതൊരു തെറ്റുമില്ല. അപ്പൊ ഇവിടുത്തെ പ്രശ്നം അതല്ല. ഈ വന്ദേ മാതരത്തോടുള്ള എതിർപ്പ് വർഗീയമാണ്. അതാണ് നമ്മൾ നടക്കുന്നത്. ഒരു പാട്ട് പാടുന്നോ പാടാതിരിക്കുന്നോ ആയ നിങ്ങളുടെ വ്യക്തി സ്വാതന്ത്ര്യമല്ല, ഇത് ശിർക്കാണെന്നാണ് വരുത്തി തീർക്കുന്നത്. ഇതില് ഉള്ളത് ബഹുദൈവ ആരാധന ഉണ്ട്. ഒരു ദൈവത്തെ മാത്രമേ ആരാധിക്കാൻ പാടുള്ളൂ. ഇത് എന്തുമാത്രം അബദ്ധധാരണയാണ്. ഏറ്റവും ചുരുങ്ങിയ ഇവര് AI വന്ദേ മാതരത്തിന്റെ വരികൾ ഇട്ടിട്ടുണ്ട്. അതിന്റെ അർത്ഥം നോക്കിയാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ. അപ്പൊ ഇത്രയും മോശം പിടിച്ച ഒരു സാംസ്കാരിക ഇടമായി ഇന്ത്യ മാറുകയാണെന്നുള്ളതിന്റെ ഒരു സൂചനയാണിത്. ഇതല്ല നമ്മൾ ചർച്ച ചെയ്യേണ്ടത്. ഈ 21ാം നൂറ്റാണ്ടിൽ നമുക്ക് ചർച്ച ചെയ്യാൻ എന്തെല്ലാം വിഷയങ്ങളുണ്ട്. രാജ്യത്തിന്റെ പുരോഗതി സംബന്ധിച്ച് ഒന്നുമല്ല നമ്മളെ ചർച്ച പോകുന്നത്. അവർക്ക് അതിനെപ്പറ്റി പോകാൻ താല്പര്യമില്ല. കാരണം അവരിപ്പോഴും പറയുന്നത് രാജ്യം പുരോഗതി ആയിട്ടില്ല എന്നാണ് പറയുന്നത്. രാജ്യം ഭയങ്കര പുരോഗമിച്ചു. എന്റെയൊക്കെ കാലം തന്നെ, ഞങ്ങളൊക്കെ 80കളിൽ ജനിച്ച് 90കളിലൊക്കെ കോളേജ് വിദ്യാഭ്യാസം നടത്തിയ ആളുകളെ കാലത്തൊക്കെ ഈ കേരളത്തിന്റെ അവസ്ഥ എന്തിനാ അറിയോ? മണ്ണെണ്ണ വിളക്ക് പോലത്തെ ബൾബ് കത്തുന്ന കേരളം, ശൗചാലയങ്ങളില്ലാത്ത കേരളം,
ഇങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. ഞാനൊക്കെ പഠിക്കുന്ന സമയത്ത് ഇഴഞ്ഞു വരുന്ന കുട്ടികളുണ്ടായിരുന്നു, പോളിയോ ബാധിച്ചിരുന്നു. പോളിയോ നമുക്ക് കാണാനുണ്ടോ? വിര എന്ന് പറഞ്ഞ ടാപ്പുകം എന്ന് പറഞ്ഞൊരു വിര ഉള്ള കുട്ടികളായിരുന്നു ഭൂരിഭാഗം. മൂക്കള, ചെവിപ്പഴുപ്പ്. ഇപ്പൊ നമ്മൾ എത്ര മാറി. എന്നിട്ട് നമ്മൾ പുറംതിരിഞ്ഞു നിൽക്കുന്ന എന്താണ്? സ്വാതന്ത്ര്യം കിട്ടുന്ന സമയത്ത് വിൻസ്റ്റൺ ചർച്ചില് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കൊടുക്കാതിരിക്കാനുള്ള പ്രധാന കാരണമായി പറഞ്ഞ ബാർബേറിയൻസ് ആണ്. ഇവർക്ക് അധികാരം കിട്ടിക്കഴിഞ്ഞാൽ അവർ അടിച്ചു തീരും, തമ്മിൽ തീരും. ബംഗാൾ ക്ഷാമത്തെ അമ്പരപ്പിക്കുന്ന പട്ടിണിയായിരിക്കും ഉണ്ടാവുന്നത് എന്ന് പറഞ്ഞായിരുന്നു. ഇന്ത്യ പട്ടിണി കിടന്ന് മരിക്കുന്നുള്ള പ്രവചനങ്ങൾ വിദേശത്ത് പലരും നടത്തിയിരുന്നു. അതിനൊക്കെ ഇന്ത്യ സർവൈവ് ചെയ്തു. ഇന്ത്യ സ്വന്തമായി ഇപ്പൊ നമുക്ക് ഭക്ഷ്യ സമൃദ്ധിയാണ്, നമ്മുടെ ഗോഡൌണുകൾ നിറഞ്ഞു കവിയാണ്. പല ഭാഗത്തും പ്രശ്നങ്ങളിൽ നമ്മുടെ വിതരണത്തിന്റെ പ്രശ്നമാണ്. ഇന്ന് GDP നോക്കുമ്പോൾ ലോകത്തിലെ നമ്പർ 1 ശക്തികളെ, ആദ്യത്തെ 10 ശക്തികളിൽ ഒന്നായി, ആദ്യത്തെ 5 സൈനിക ശക്തികളിൽ ഒന്നായി ഇന്ത്യ വളരെ തന്നെയാണ് ചെയ്യുന്നത്. ഇതും ഞാൻ പറഞ്ഞല്ലോ, ഈ പറയുന്ന ഇസ്ലാമോ ലെഫ്റ്റ് എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പാണ് നിരന്തരമായി ഇന്ത്യ തകരുകയാണ്. ഇവർക്ക് എന്താണ് ഇതിൽ മാനസിക സുഖം കിട്ടുന്നതെന്നാ? അവനാനെ പെറ്റി പോറ്റി വളർത്തിയ രാജ്യത്തെ 24 മണിക്കൂർ നെഗറ്റീവ് അടിക്കുക. ഇന്ത്യ ഒന്നിനും കൊള്ളൂല, ഇന്ത്യ പട്ടിണി സൂചികയിൽ നൈജീരിയേക്കാളും പിറകിലാണ്, ഇങ്ങനെയുള്ള ഓരോരോ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുക. നമ്മുടെ നാടെത്ര മാറി, എന്റെ നാടെത്ര മാറി. നമുക്കൊക്കെ ഒരു TV കാണാൻ അയൽവീട്ടിൽ പോയ ആളുകളായിരുന്നു ഞങ്ങളൊക്കെ. ഇപ്പൊ ഓരോ വീട്ടിലും 2-3 TV. ഒരു കാറോ വണ്ടിയോ ഇല്ലാതെ നടന്നു പോയ ആളുകളുടെ വീട്ടിലൊക്കെ 2-3 കാറുകളാണ്. അപ്പൊ കേരളം വികസിക്കുകയാണ്, ഇന്ത്യ വികസിക്കുകയാണ്. അത് ഉൾക്കൊള്ളാൻ കഴിയാതെ 24 മണിക്കൂറും ഇന്ത്യ വിരുദ്ധ പ്രൊപ്പഗണ്ട അടിക്കുന്ന ഒരു വൃത്തികെട്ട മനസ്ഥിതിയാണ്. അങ്ങനെ തന്നെ പറയണത്. അതൊരു വൃത്തികെട്ട മനസ്ഥിതിയാണെന്ന് എനിക്ക് പറയാനുള്ളൂ. ഈ ഇന്ത്യ വിരുദ്ധർ ഇപ്പോൾ ഇവിടെ കൂടുതലാണെന്ന് നമുക്ക് തോന്നിയിട്ടില്ലേ? ഈ കേരളത്തിൽ തന്നെ ഒരു ഹബ്ബായി മാറിയെന്ന് സാറിന് തോന്നിയിട്ടുണ്ടോ? ഉണ്ട്. അത് പണ്ടേ ഉണ്ടെങ്കിൽ ഇത് പ്രകടമാവുന്നത് ഇപ്പോഴാണ്. ഭയങ്കരമായ അത് എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അതിഭീകരമായ ഇന്ത്യ വിരുദ്ധത പണ്ടുകൊണ്ട് കേട്ടോ. പണ്ട് ഞാൻ മാധ്യമ പത്രത്തിന്റെ ലേഖനായി കാസർഗോഡ് നിൽക്കുന്ന സമയത്ത് 99 അവസാനാണ് ഒരു ഇന്ത്യ പാക് ക്രിക്കറ്റ് ടെസ്റ്റ് ഉണ്ടായിരുന്നു, അല്ല ഒരു വൺ ഡേ. അതിൽ ഇന്ത്യ ജയിച്ചപ്പോൾ അത് വലിയ പ്രശ്നമായ ആളുകളുണ്ട്. അത് വന്നിട്ട് എല്ലാ പത്രക്കാരും ചേർന്ന് അവിടെ ഒതുക്കി കളഞ്ഞൊരു സംഭവം. അവിടുത്തെ സീനിയർ പത്രക്കാരായ മാതൃഭൂമിന്റെ ഒരു AP അഹമ്മദ് മാഷൊക്കെ ഉണ്ട്. അദ്ദേഹമൊക്കെ പറഞ്ഞു നമ്മളായിട്ടൊരു പ്രശ്നം ഉണ്ടാക്കണ്ട, ആ ഭ്രാന്തന്മാരെന്തോ ചെയ്തു. അത് പാകിസ്ഥാന് വേണ്ടി മുദ്രാവാക്യം വന്നു അവിടെ തളങ്കര എന്ന് പറയുന്ന കാസർഗോഡ് ഒരു സ്ഥലത്ത്. എന്നിട്ട് നമ്മൾ ആ ഭ്രാന്ത കുറച്ചു പേരേ ഉള്ളൂ കേട്ടോ, ബാക്കിയുള്ള മുസ്ലിം. അത് അവിടെയാണ് നമ്മൾ മുസ്ലിം ലീഗിനോട് നമുക്ക് സ്നേഹം തോന്നുന്നത്. അപ്പോഴാണ് ആ പ്രശ്നമൊക്കെ ഒതുക്കാനും അങ്ങനെ ചെയ്യരുതെന്ന് പറഞ്ഞു നമ്പർ 1 മുസ്ലിം ലീഗ് നേതാക്കളായിരുന്നു. അത് INL ഉള്ള സമയമാണ്. എല്ലാവരും ചേർന്നിട്ട് ഈ പിള്ളേരെ ഒറ്റപ്പെടുത്തി. പക്ഷെ ഒറ്റപ്പെട്ടതാണെങ്കിലും 5-6 പേർ പാകിസ്ഥാന് വേണ്ടി ജയ് വിളിക്കാൻ ഇന്ത്യയിൽ ഉണ്ടായി. ഞാൻ നേരിട്ട് കണ്ട സംഭവമാണത്. അപ്പൊ ഇത് പക്ഷെ പത്രങ്ങളെല്ലാവരും പറഞ്ഞത് നമ്മൾ കത്തിക്കണ്ട, ഇത് റിപ്പോർട്ട് ചെയ്താൽ ഇത് കത്തുകയാണ് ചെയ്യുക. സത്യമാണത്, ഒരു വിഷയം കത്തുകയാണ്. അത് അവന്മാരുടെ വിവരക്കേടിന് ഒരു ജില്ല മൊത്തം വില കൊടുക്കണം എന്നാണ് നമ്മളത് ഒതുക്കിയത്. അപ്പൊ ഞാൻ പറഞ്ഞു മതം മൊത്തം അന്ന് തൊട്ടേ ഇന്ത്യ വിരുദ്ധത ശക്തമായി ഇന്ത്യയിൽ തന്നെ ഒരു വിഭാഗമുണ്ട്. എപ്പോഴും ഇരവാദം പറഞ്ഞുകൊണ്ടിരിക്കുക. ഇന്ത്യയിൽ മുസ്ലിങ്ങൾക്ക് രക്ഷയില്ല, ഇന്ത്യയിൽ ക്രിസ്ത്യാനികൾക്ക് രക്ഷയില്ല. ഞാൻ പറയട്ടെ, ഇന്ത്യ പോലെ മുസ്ലിങ്ങൾ പോലെയുള്ള ന്യൂനപക്ഷ സമുദായത്തിന് ഇത്രയും സമാധാനമായി ജീവിക്കാൻ പറ്റിയ വേറൊരു രാജ്യം എന്താണ്? സിറിയയുടെ അവസ്ഥ എന്താണ്? അഫ്ഗാനിസ്ഥാന്റെ അവസ്ഥ എന്താണ്? ജോർദാന്റെ അവസ്ഥ എന്താണ്? ലിബിയന്റെ അവസ്ഥ എന്താണ്? ഓരോ ഇസ്ലാമിക രാജ്യങ്ങൾ എന്ന് പറയുന്ന ഓരോ രാജ്യങ്ങളിലും ഇന്ന് എന്താണ് നടക്കുന്നത്? ഞാൻ 2 കാര്യങ്ങളാണ് എപ്പോഴും എടുത്തു പറയാറുള്ളത്. ഏത് ഇന്റർവ്യൂവിലും എനിക്ക് സമയം കിട്ടുമൊക്കെ ഞാൻ 2 കാര്യത്തിനെതിരെയാ പറയാ. ഒന്ന് ഇസ്ലാമും, ഒന്ന് കമ്മ്യൂണിസവും. ഈ 2 സാധനങ്ങളും ലോകത്ത് എവിടെ വന്നോ അവിടെ പച്ച പുല്ല് പോലും മുളക്കില്ല. ഉത്തര കൊറിയന്റെ അവസ്ഥ നോക്കൂ, ക്യൂബന്റെ അവസ്ഥ നോക്കൂ. ക്യൂബയിൽ അമേരിക്കയിൽ നിന്ന് ക്യൂബക്കാർ ഒളിച്ചോടി അമേരിക്കയിലേക്ക് വരികയാണ്, ആയിരക്കണക്കിന് ആളുകൾ. ഇപ്പൊ നമ്മള് CPM ഒക്കെ ക്യൂബനെ സഹായിക്കുന്നുണ്ട്. ഇത് രണ്ടും അതിഭീകരമായ പ്രത്യയശാസ്ത്ര അന്ധവിശ്വാസങ്ങളാണ്. ഇത് രണ്ടും ഒന്നാന്തരം വലതുപക്ഷവും ഫാസിസവുമാണ്. ഇവരെന്നിട്ട് ഇടതുപക്ഷാന്നാ പറയാ. ലോകത്തിലെ ഏറ്റവും വലിയ വലതുപക്ഷമാണ് ഇസ്ലാം എന്ന് പറയുന്നത്. അതുപോലെ ഏറ്റവും വലിയ വലതുപക്ഷമാണ് ഈ മാർക്സിസം ലെനിനിസം എന്ന് പറയുന്നത്. ഒരു വർഗത്തിന്റെ ടോട്ടാലിറ്റേറിയനിൽ വിശ്വസിക്കുന്ന ഒരു പരിപാടിയാണ്. അപ്പൊ ഈ 2 സാധനങ്ങൾ അപകടമാണ്. ആ 2 സാധനം ഏറ്റവും പ്രഡോമിനന്റ് ആയി നിൽക്കുന്ന ഒരു സ്ഥലമാണ് കേരളം. ഈ കുറച്ചു മുമ്പ് സാക്കർ നായിക് ഒരു വർഷം മുമ്പ് പറഞ്ഞ ഓർമ്മയുണ്ടോ? ഈ സമാധാനമായി ജീവിക്കാൻ പറ്റിയ സ്ഥലം കേരളമാണ്. ഉത്തരേന്ത്യയിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ മുസ്ലിങ്ങൾ കേരളത്തിലേക്ക് ഹിജറ ചെയ്യണമെന്ന്. അതും ഇതും കൂട്ടി വായിക്കും. എന്താണ് ഈ കേരളത്തിൽ സാക്കർ നായിക്കിനെ പോലത്തെ ഒരാൾക്ക് താങ്ങിക്കൊടുക്കാൻ പറ്റിയ ആളുകൾ കേരളത്തിലുണ്ട്. കേരളത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, കേരളത്തിൽ വളർന്നു വരുന്ന ഒരു വലിയ രീതിയിലുള്ള രാജ്യവിരുദ്ധത, ഇന്ത്യ വിരുദ്ധത കേരളത്തിലുണ്ട്. അതിന് ഈ സോക്കോൾഡ് ഇടതുപക്ഷം എന്ന് പറയുന്നത് അറിഞ്ഞോ അറിയാതെയോ, അറിയാതെയല്ല ഞാൻ മനസ്സിലാക്കുന്നത്, അറിഞ്ഞുകൊണ്ട് തന്നെയാണ് അതിന് മൂട്ടിക്കുത്തി കൊടുക്കുകയാണ്. ഉദാഹരണമായിട്ട് ഇപ്പൊ കണ്ടില്ല നമ്മള് ഇറാനിൽ ആ ഖൊമേനി മരിച്ചു. ആ നാട്ടിലുള്ള ആളുകളെ മുഴുവൻ കൊന്നെടുക്കുകയും ഇറാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ മൊത്തം കൊന്നെടുക്കിയ ആളുകളാണ് സ്ത്രീകളെ മുഴുവൻ ഇല്ലാതാക്കി. സ്ത്രീകളുടെ ഓരോരുത്തരെ വിരലൊക്കെ വെട്ടിക്കളഞ്ഞിട്ടുണ്ട്. സ്ത്രീകളുടെ അത്രയും ഉപദ്രവിച്ചു. മഹസാമിനിന്റെ മരണത്തിന് ശേഷം ഉണ്ടായ അവിടെ വെടിവെപ്പിൽ എത്ര സ്ത്രീകൾ കൊല്ലപ്പെട്ടു. എന്നിട്ട് നമ്മുടെ കമ്മ്യൂണിസ്റ്റുകൾ എന്ന് പറയുന്ന ലെഫ്റ്റ് ഫെമിനിസ്റ്റുകൾ ഇറാന് വേണ്ടിയാണ് നിലകൊള്ളുന്നത്. ഇറാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പുക കാണുന്നില്ല അവിടെ. ഇറാനിൽ ചെഗുവേരയുടെ ടീഷർട്ട് ഇട്ട് പോയാൽ അകത്താവും. കമ്മ്യൂണിസ്റ്റ് പാർട്ടി നിരോധിച്ചിരിക്കുകയാണ്. ബാത്ത് പാർട്ടി അല്ല, ബാത്തല്ല,
ആ പേര് ഞാൻ പറഞ്ഞു, ഇറാനിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിന്റെ പേര് ടുഡേ പാർട്ടി. ഈ ടുഡേ പാർട്ടി അവിടെ നിരോധിക്കപ്പെട്ടതാണ്. എന്നിട്ട് വിദേശത്തിരുന്നാണ് ഇറാനിലെ ആളുകൾ ഇതിന് വർക്ക് ചെയ്യുന്നത്. എന്നിട്ട് നമ്മുടെ കമ്മ്യൂണിസ്റ്റുകാർ ആർക്ക് വേണ്ടിയാണ് പിന്തുണ കൊടുക്കുന്നത്? സ്വന്തം കൂട്ടാളികളെ കൊന്നൊടുക്കിയ ആളുകൾക്ക് വേണ്ടിയാണ് നമ്മുടെ നാട്ടിൽ കമ്മ്യൂണിസ്റ്റുകാർ തുള്ളുന്നത്. സദ്ദാം ഹുസൈൻ മരിച്ചപ്പോൾ നമുക്ക് ഓർമ്മ ഉണ്ടാവും. ഇവിടെ ഹർത്താൽ ആചരിച്ചാണ് സദ്ദാം. അവിടെ കമ്മ്യൂണിസ്റ്റുകാർ പുകച്ചു കളഞ്ഞ ആളാണ് സദ്ദാം. അതുപോലെ തന്നെ ബിൻ ലാദന് വേണ്ടി കവിത എഴുതി ഇവിടെ മന്ത്രി ജി സുധാകരൻ. അന്ന് സുധാകരൻ CPM-ലായിരുന്നല്ലോ. CPM മന്ത്രിയായ ഓ ലാദൻ ലാദൻ നീ എത്ര മനോഹരൻ എന്നൊക്കെ പറഞ്ഞിട്ട് ബിൻ ലാദന് വേണ്ടി കവിത എഴുതി. ആ കവിത എപ്പോഴും നെറ്റിലുണ്ട്. ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്ത് നോക്കൂ, ജി സുധാകരൻ പോയട്രി ബിൻ ലാദൻ എന്ന് പറഞ്ഞാൽ കവിത ചാടി വരും. ഓ ബിൻ ലാദൻ നീ എത്ര മനോഹരൻ എന്നൊക്കെ പറഞ്ഞിട്ട്, ഭീരുവല്ലാണി ഒബാമ എന്നൊക്കെ പറഞ്ഞിട്ട് ലോകത്തിലെ ഏറ്റവും വലിയ ഭീകരൻ കൊല്ലപ്പെട്ടതിന്റെ പേരിൽ കവിത എഴുതുന്ന കമ്മ്യൂണിസ്റ്റ് നേതാക്കളുടെ നാടാണിത്. ഇത് സുധാകരന്റെ ഒരു പ്രശ്നമല്ല, ഇത് ഇവര് ഉന്നയിക്കുന്ന അന്ധമായ പ്രത്യയശാസ്ത്ര ബോധത്തിന്റെ ഒരു പ്രശ്നമാണ്. ആ വികലമായ പ്രത്യയശാസ്ത്ര ബോധമാണ് ഇങ്ങനെ കവിത എഴുതിക്കുന്നത്. അപ്പൊ അന്ന് തൊട്ടേ ഈ പരിസരം കേരളത്തിലുണ്ട്. ഏത് രാജ്യവിരുദ്ധ ശക്തികൾക്കുള്ള ഒരു തട്ട് കേരളത്തിലുണ്ട്. ഈ തട്ട് ഒരുക്കി കൊടുക്കുന്നത് ഇടതുപക്ഷമാണ് ചെയ്യുന്നത്. അങ്ങനെ ചെയ്യരുത് അവര്. എന്നിട്ട് എന്ത് ഗുണമാണ് ഇടതുപക്ഷത്തിന് കിട്ടുന്നത്? ഒന്നും കിട്ടുന്നില്ല. ഉള്ള വോട്ടുകൂടി പോവുകയെന്ന് അവർക്ക് ഇത് മനസ്സിലാവുന്നില്ല. അതെ അതെ, ഇപ്പൊ ഉള്ള വോട്ടുകൂടി പോവുകയെന്ന് അവർക്ക്. ഈ ഖമേനിയുടെ കാര്യം പറഞ്ഞല്ലോ, ഈ ഖമേനിക്ക് വേണ്ടി ഇവിടെ ജാതി റാലിയൊക്കെ നടത്തിയതാ. പക്ഷെ ഈ ഒരു ശവസംസ്കാരത്തിന് എന്തൊരു ചടങ്ങിൽ പക്ഷെ ഇവർ ആരെയും ഉണ്ടായില്ല. ആരെയും വിളിച്ചിട്ടുണ്ടായിരുന്നില്ല. പൊതുവെ കമ്മ്യൂണിസ്റ്റുകാരോട് അവർക്ക് വലിയ വിയോജിപ്പാണ്. അവരെ ആരെയും വിളിച്ചിട്ടില്ല. പക്ഷെ നമ്മൾ ഇന്ത്യയിൽ നിന്ന് ഔദ്യോഗികമായി പോയി. അപ്പൊ അതിലല്ല നമ്മൾ പറയുന്നത്. അതായത് ഇവര് ഈ ഇറാനിൽ നടക്കുന്ന പൊളിറ്റിക്സിനെ വേറൊരു രീതിയിൽ ഇങ്ങോട്ട് അവതരിപ്പിക്കുന്നുണ്ട്. അവിടെ അമേരിക്കയാണ് എല്ലാ പ്രശ്നങ്ങളും ഉണ്ടാക്കുന്നത്. ഇറാൻ ഒരു വലിയ ഗംഭീര രാജ്യമാണ്, ഇറാന് ഒരു ഉപദ്രവിക്കാണ്, ഇങ്ങനെ നറേറ്റീവ് ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്. ആ നറേറ്റീവ് പറയുന്നത് എന്താണെന്നറിയോ? മെയിൻ കാര്യം ഈ പിള്ളേരൊക്കെയാണ് അവര്, സ്കൂളൊക്കെയാണ് അവർ ടാർഗറ്റ് ചെയ്യുന്നതാണ് പറയുന്നത്. ഈ സ്കൂളിലല്ലേ തീവ്രവാദികൾ ഷെൽട്ടർ ആയിട്ട് യൂസ് ചെയ്യുന്നത്. അതുകൊണ്ടല്ല ആ സ്കൂളിലേക്ക് ബോംബ് വർഷിക്കുന്നത്. അല്ലാതെ പിള്ളേരെ കൊല്ലാൻ വേണ്ടിയിട്ടല്ലല്ലോ അവിടെ വർഷിക്കുന്നത്. അത് നിങ്ങൾ പറഞ്ഞ ഹമാസിന്റെ കാര്യമാണ്, ഗാസയില്. അപ്പൊ ഇറാനിൽ അങ്ങനെ ഒരു പ്രശ്നമല്ല. ഗാസയെ സംബന്ധിച്ച് ഈ ഹമാസിനും വലിയ ഫാൻസ് ഉണ്ട് നമ്മുടെ നാട്ടില്. നമ്മുടെ നാട്ടില് ഹമാസിന്റെ ഒരു യൂണിറ്റ് വേണേ തുടങ്ങാം. നമ്മുടെ മീഡിയ വണ്ണിലെ സീതാവൂദൊക്കെ പറയുന്നത് കേട്ടില്ലേ? എന്തെല്ലാം കാര്യങ്ങളാണ് പറയുന്നത്. അപ്പൊ ഈ ഹമാസിനെ തള്ളി പറയാൻ നമ്മുടെ നാട്ടിൽ ഇപ്പോഴും തയ്യാറാവുന്നില്ല. ഓർക്കുന്നുണ്ടോ, ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായിരുന്ന സമയത്ത് ഹമാസിന്റെ ഒരു ആക്രമണത്തിൽ ഇസ്രായേലിൽ ഒരു പെൺകുട്ടി മരിച്ചിരുന്നു. അന്ന് ഹമാസ് തീവ്രവാദികൾ എന്നൊരു വരി ഇട്ടതിന്റെ പേരിൽ ഉമ്മൻചാണ്ടിക്ക് അത് പിൻവലിക്കേണ്ടി വന്നു, എഡിറ്റ് ചെയ്യേണ്ടി വന്നു. ശശി തരൂര് കോഴിക്കോട് ഒരു പൊതുയോഗത്തിൽ ഹമാസ് തീവ്രവാദികൾ എന്ന് പറഞ്ഞ ശശി തരൂരിനെ അത് പിൻവലിക്കേണ്ടി വന്നു. ഹമാസിനെ തീവ്രവാദികളാണെന്ന് പോലും അംഗീകരിക്കാൻ പറ്റുന്നില്ല. ഇവർ ഹമാസിന്റെ ചരിത്രം ഒന്ന് പഠിച്ചു നോക്കട്ടെ. ഹമാസ് 13 വയസ്സുള്ള തൊട്ടുള്ള കുട്ടികളെ റിക്രൂട്ട് ചെയ്യുന്ന ഒരു സംഘടനയാണ്. ചെറിയ കുട്ടികളെ പിടിച്ചു കൊണ്ടുപോയി അവരെ മനുഷ്യ കവചമാക്കി മാറ്റി അങ്ങനെ നിൽക്കുന്ന ഒരു സംഘടനയാണ്. അപ്പൊ ഇത് എന്നിട്ട് ഏകപക്ഷീയമായി എല്ലാ കുറ്റവും ഇസ്രായേലിന് മേൽ ചുമത്താണ്. അപ്പൊ ഇങ്ങനെ ഹമാസിനോടുള്ള യോജിപ്പ്, ഇറാനോടുള്ള യോജിപ്പ്, ഇത് സത്യം ഒരു പറഞ്ഞു കൊടുക്കൂല, ഇങ്ങനെ അല്ലാന്ന് പറഞ്ഞു കൊടുക്കൂല. ഈ ഒരു നെറേറ്റീവ് ഉണ്ടാകുന്നത് ഇസ്ലാമോ ലെഫ്റ്റ് എന്ന് പറയുന്ന ഒരു വിഭാഗമാണ്. അത് ഭയങ്കര അപകടകരമായ ഒരു വിഭാഗമാണ്. അത് ഭയങ്കര രാജ്യവിരുദ്ധമാണ്. അത് മതേതര വിരുദ്ധമാണ്. ഇടതുപക്ഷം എന്ന് പറയുന്നത് എപ്പോഴും മതേതരത്വത്തിന് വേണ്ടി നിൽക്കുന്ന ആളാണ്. മതേതരത്വം എന്ന് പറഞ്ഞാൽ എന്താണ്? എല്ലാ മതങ്ങളെ തുല്യമായി ബഹുമാനിക്കല്ല മതേതരത്വം എന്ന് പറയുന്നത്. സസ്യേതര ഭക്ഷ്യശാല പറഞ്ഞാൽ അവിടെ എന്താണ്? സസ്യഭക്ഷണം ഉണ്ടാവില്ല. മാംസേതര ഭക്ഷണശാല മാംസഭക്ഷണം ഉണ്ടാവില്ല. അല്ലാതെ എല്ലാ ഭക്ഷണവും ഒന്നിച്ച് കഴിക്കുന്ന ശാലയല്ല. നമ്മുടെ നാട്ടിൽ ഇപ്പൊ നടക്കുന്ന അതാണ്. മതേതരത്തിൽ തന്നെ ഒരു മതം ഒരു പുല്ലുമല്ല. അവരെ രാഷ്ട്ര ശരീരത്തിലേക്ക് അടുപ്പിക്കരുത്. മതം നിങ്ങളുടെ സ്വകാര്യതയായിരിക്കണം. വിദേശ രാജ്യങ്ങളൊക്കെ അങ്ങനെയായിരുന്നു. നമ്മുടെ നാട്ടിലോ മതം പുളയ്ക്കുന്ന ഒരു രാജ്യമാണ് നമ്മുടെ നാട്. അപ്പൊ നമ്മൾ ഒരു സൈഡിനെ കത്തിച്ചു കൊടുത്താലോ, ഇല്ലാത്ത ഇരവാദം പറഞ്ഞു കൊടുക്കുക, ഇന്ത്യയിൽ മുസ്ലിങ്ങൾ സുരക്ഷിതരല്ല എന്ന് ഡോക്ടർ ടി ശാംകുമാറിന്റെ ഒക്കെ പ്രസംഗം കേട്ട നമ്മൾ നടുങ്ങിപ്പോവും. എന്തെല്ലാം കാര്യങ്ങളാണ് പറഞ്ഞു കൊടുക്കുന്നത് അറിയോ? ഈ നാട്ടിൽ, ഈ നാട് പോലെ മുസ്ലിങ്ങൾക്ക് സുരക്ഷിതരായി ജീവിക്കാൻ പറ്റിയൊരു നാടുണ്ടോ? അങ്ങനെയല്ല പറഞ്ഞു കൊടുക്കേണ്ടത്. ഈ നാട്ടിൽ ഉണ്ടാവും കുറെ സംഘികളൊക്കെ ഉണ്ട്, പശുഹത്യകൾ നടക്കുന്നുണ്ട്, പ്രശ്നങ്ങളുണ്ട്. എല്ലാ നാട്ടിലെ പോലെ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ ഇവിടെയുണ്ട്. എന്നാൽ ഈ നാട് മൊത്തം മുസ്ലിം വിരുദ്ധരാവാൻ കഴിയില്ല. മോഹൻ ഭാഗവത് കഴിഞ്ഞ വിജയദശമി പ്രസംഗത്തിൽ RSS ചീഫായ ഇവർ ഏറ്റവും വലിയ തീവ്രവാദി എന്ന് പറയുന്ന ആളാണല്ലോ മോഹൻ ഭാഗവത്, RSSന്റെ ചീഫ്. അദ്ദേഹം കഴിഞ്ഞ വിജയദശമി പ്രസംഗത്തിൽ സാംസ്കാരിക ദേശീയത എന്ന ആശയം പറഞ്ഞ് ഇന്ത്യയിൽ ജീവിക്കുന്ന എല്ലാരെ കുറിച്ചും നമുക്ക് ഒരു പരാതിയില്ല. ഇന്ത്യയിൽ ജനിച്ചു വളർന്ന മുസ്ലിം ആയിക്കോട്ടെ ക്രിസ്ത്യാനി ആയിക്കോട്ടെ എല്ലാവരും ഭാരതീയരാണെന്നാ. അങ്ങനെ ഒരു തിരിച്ചറിവ് RSSന് വരെയുണ്ട്. ഇടയ്ക്കിടയ്ക്ക് പാകിസ്ഥാനിൽ പോടാന്ന് പറയുന്നത് ബജ്രംഗ് ദൾ പോലത്തെ തീവ്ര സാധനങ്ങളാണ്. ഇവരെ ഒരു ഭാഗം തന്നെ പ്രഷറൈസ് ചെയ്ത് അമുക്കുന്നുണ്ട്. ഇപ്പൊ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയപ്പോൾ ഇവിടെ എത്ര മുസ്ലിങ്ങൾ ഉണ്ടായിരുന്നു? അവിടെ എത്ര ഇരട്ടിയായി ഇവിടെ പോപ്പുലേഷൻ മാറി?
പാകിസ്ഥാനിൽ എത്ര ഹിന്ദുക്കൾ ഉണ്ടായിരുന്നു, ബംഗ്ലാദേശിൽ എത്ര ഹിന്ദുക്കൾ ഉണ്ടായിരുന്നു, അവരൊക്കെ പോപ്പുലേഷൻ ഇടിയ ചെയ്യുന്നത്. എന്നിട്ട് ഈ രാജ്യത്തെ ഇവരൊക്കെ സംരക്ഷിക്കുന്ന ഈ രാജ്യത്തെ 24 മണിക്കൂർ ഇരുന്ന് കുറ്റം പറയാറിനാല് അതൊരു മാനസിക രോഗമാണ്. മാനസിക രോഗം മാത്രമല്ല, അതിന്റെ പിറകിൽ സാമ്പത്തിക ഇടപാടുണ്ടാവും, പലതും സംശയിക്കുന്നുണ്ട്. അല്ലാതെ എന്തിനാണ് ഇങ്ങനെ പറയുന്നത്? നിങ്ങളെ വീടിനെ കുറിച്ച്, നിങ്ങളെ അച്ഛനെ കുറിച്ച്, നിങ്ങളുടെ അമ്മയെ കുറിച്ച് 24 മണിക്കൂർ കുറ്റം പറയുന്ന ഒരു മനുഷ്യർ പറഞ്ഞാൽ എന്തുമാത്രം വൃത്തികെട്ട മനുഷ്യരാണ്. അതുപോലെ കുറെ ചിന്തകർ ഇപ്പൊ ഇറങ്ങിയിട്ടുണ്ട്. അവര് ഉയർത്തുന്ന സാംസ്കാരിക മാലിന്യം ഭയങ്കരമാണ്. അതിനെ നമ്മൾ അഡ്രസ് ചെയ്തേ പറ്റുള്ളൂ. ഇപ്പൊ ഈ ന്യൂനപക്ഷത്തിന്റെ കാര്യം സാറ് പറഞ്ഞില്ലേ, ഇപ്പൊ ന്യൂനപക്ഷം ഇവിടെ മുസ്ലിംസ് ന്യൂനപക്ഷമാണ്, പക്ഷെ അവരിവിടെ സുഖമായിട്ട് ജീവിക്കുന്നുണ്ട്. ഇതേപോലെ ബംഗ്ലാദേശിൽ കഴിഞ്ഞ വർഷം നമ്മൾ കണ്ടതാണ് ന്യൂനപക്ഷ വേട്ട. എന്താണ്, ഹാദിനെ കൊന്നതിന്റെ പേരില് അവിടെ ഒരു ചന്ദ്രദാസ് ദീപ് എന്ന ഒരാളെ അടിച്ചു കൊന്ന് കെട്ടിത്തൂക്കി തീ കൊളുത്തി കൊല്ലുക ചെയ്തത്. എന്നിട്ട് അല്ലാഹു അക്ബർ എന്ന് വിളിക്കുക ചെയ്തത്. എന്നിട്ടും അവിടെ ന്യൂനപക്ഷമായ ഹിന്ദുക്കൾ ഉൾപ്പെടെയുള്ളവർ സുരക്ഷിതരല്ല. ഇവിടെ സുരക്ഷിതരായിരിക്കുമ്പോൾ എന്നിട്ട് ഇവിടെ നിന്ന് അവർ സാറ് പറഞ്ഞ പറയാണ് ഇന്ത്യ സുരക്ഷിതരല്ല, ന്യൂനപക്ഷ വേട്ടയുണ്ട്, മുസ്ലിങ്ങളെ അടിച്ചേൽപ്പിക്കുന്നുണ്ടെന്ന്. അവരൊക്കെ ഏത് തരത്തിലാണ് അങ്ങനെ ചിന്തിച്ച് പറയുന്നത്? ഞാൻ പറയാം, ഇതൊരു മനോരോഗം മാത്രമല്ല, ഇതൊരു വോട്ട് ബാങ്ക് പൊളിറ്റിക്സ് ആണ്. കേരളത്തിൽ പ്രഡോമിനന്റ് ആയ ഒരു കമ്മ്യൂണിറ്റിയാണ് മുസ്ലിം കമ്മ്യൂണിറ്റി. അവർക്ക് അത്യാവശ്യം നല്ല വോട്ട് ഉണ്ട്. അവർ പറയുന്നിടത്താണ് ജയം. എൻ ബ്ലോക്ക് ആയിട്ട് ഈ വോട്ട് ബാങ്ക് എന്ന് പറഞ്ഞാൽ ഹിന്ദു വോട്ട് ബാങ്ക് ഡിവൈഡ് ചെയ്ത് കിടക്കുകയാണ്. UDF-നും LDF-നും ആയിട്ട് അവിടെ ഒരു അമ്പലത്തിലൂടെ ഒരു സർക്കുലർ വന്നാലോ ഒരു പള്ളിയിലൂടെ ഒരു സർക്കുലർ വന്നാലോ മൊത്തം വോട്ട് വീഴുന്ന ഒരു അവസ്ഥ ഹിന്ദുക്കൾക്കില്ല. മറുഭാഗത്ത് അങ്ങനെയല്ല. അവർ എൻ ബ്ലോക്ക് ആയിട്ട് ഒരു തീരുമാനം എടുത്താൽ അവർ ജയിക്കും. ഇപ്പൊ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ UDF നേതാക്കൾ തന്നെ പറയുന്നു, ഞങ്ങൾക്ക് മുസ്ലിം ക്രിസ്ത്യൻ കൺസോൾട്ടേഷൻ നടന്നുകൊണ്ടാണ് ഞങ്ങൾ ജയിച്ചത്. ഞങ്ങൾ പോലും ജയിക്കാത്ത പല സീറ്റിലും ജയിക്കാനുള്ള കാരണം മുസ്ലിം ക്രിസ്ത്യൻ കൺസോൾട്ടേഷൻ ആണെന്ന്. അപ്പൊ ന്യൂനപക്ഷങ്ങളോട് ഇവർക്ക് ബഹുമാനം ഉണ്ടെങ്കിൽ ഇവർ ബംഗ്ലാദേശിലെ ന്യൂനപക്ഷ ഹത്യയെ കുറിച്ച് ഒരു പ്രസ്താവനെങ്കിലും ഇറക്കണ്ടേ? CPM പോളിറ്റ് ബ്യൂറോ ഇറക്കിയിട്ടുണ്ടോ? ഒരു പ്രസ്താവന ഇറക്കുക, ബംഗ്ലാദേശിൽ ഇങ്ങനെ ന്യൂനപക്ഷ വേട്ട നടക്കുന്നു, അത് തെറ്റാണ്, അതിനെതിരെ ഒരു റാലി നടത്തൂ. ഇവർ ഗാസയിലെ കുട്ടികൾ മരിക്കുമ്പോൾ മാത്രമേ ഇവർക്ക് വിഷമമുള്ളൂ. ഗാസയിലെ കുട്ടികൾ മരിക്കുമ്പോൾ ഡോക്ടർമാർ, എഞ്ചിനീയർമാർ എന്ന് കരയുന്ന കാണാം. അതുപോലെ തന്നെ ബംഗ്ലാദേശിലെ കുട്ടികൾ മരിക്കുന്നുണ്ട്, പാകിസ്ഥാനിലെ കുട്ടികൾ മരിക്കുന്നുണ്ട്. പാകിസ്ഥാനിലെ ന്യൂനപക്ഷങ്ങളൊക്കെ അനുഭവിക്കുന്ന വേദന എന്താണ് അറിയോ? ഈ കോഹ്ലി എന്ന് പറയുന്നത് അവിടുത്തെ ഒരു സമുദായമാണ്. കോഹ്ലി, നമ്മുടെ വിരാട് കോഹ്ലിന്റെ ഒക്കെ സമുദായം. ഈ കോഹ്ലി സെഞ്ചുറി അടിച്ചാൽ അവിടെ വന്നൊരു വാർത്തയാണ്. ഡോൺ തന്നെ പാകിസ്ഥാനിൽ തന്നെ ഒരു വാർത്ത കൊടുത്താണ്, പത്രം കൊടുത്ത വാർത്തയാണ്. വിരാട് കോഹ്ലി സെഞ്ചുറി അടിച്ചിട്ട് ഇന്ത്യയെ ജയിപ്പിച്ചാൽ അവിടെ കോഹ്ലി സമുദായത്തിൽപ്പെട്ട പാവപ്പെട്ട ആളുകളെ പാകിസ്ഥാനിലെ സിന്ധ് പ്രവിശ്യയില് കുറച്ച് കോഹ്ലി സമുദായക്കാരുണ്ട്, ഇവരെ പിടിച്ച് കെട്ടിയിട്ട് തല്ലും പോലെ. അപ്പൊ വെറുതെ ഒരു മനസ്സുഖം. വിരാട് കോഹ്ലി സെഞ്ചുറി അടിച്ചതിന്റെ വൈരാഗ്യം തീർക്കുക. അതുകൊണ്ട് ഈ ഡോണിൽ വന്ന വാർത്തയാണ്, ഈ കോഹ്ലി സമുദായക്കാര് ഇന്ത്യയിലെ വൺ ഡേ ക്രിക്കറ്റിലുള്ള 2020 ഉണ്ടെന്ന് ഇവർ മുങ്ങിക്കളയുന്നത്. ഒരു പൊതുനിരത്തിൽ ഇറങ്ങൂല. പിന്നെ പേടിച്ചിട്ട്. പിന്നെ പാകിസ്ഥാനിലെ വേറൊരു പരിപാടിയാണ് അബ്ഡക്ഷണൽ റേപ്സ് എന്ന് പറഞ്ഞൊരു സാധനം. തട്ടിക്കൊണ്ടുപോവുക, ബലാത്സംഗം ചെയ്യുക, കല്യാണം കഴിക്കുക. ഹിന്ദു ക്രിസ്ത്യൻ പെൺകുട്ടികൾ അവിടെ അവർ പലരും ആസിയ, ജമീല അങ്ങനെയൊക്കെ പേരിലാണ് ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും പേരിടുക. കാരണം സ്കൂളിൽ പോലും മതനിന്ദയാണ്. ചെറിയൊരു കാര്യത്തിന് പോലും പ്രവാചകനെ നിന്ദിച്ചു പറഞ്ഞ് പിടിച്ചുകൊണ്ടുപോകും. അപ്പോൾ കുളിക്കടവിൽ നിന്ന് ഒരു വെള്ളം എടുക്കുന്നതിനെ കുറിച്ചുള്ള ഒരു തർക്കമാണ് ആസിയ ബീവി എന്ന് പറയുന്ന ക്രിസ്ത്യൻ പെൺകുട്ടിയുടെ വധശിക്ഷയിലേക്ക് വരെ എത്തിയത്. അവസാനം അവളെ വെറുതെ വിട്ടു, അവളെ കൊല്ലണം തന്നെ ആയിരക്കണക്കിന് ആളുകളെ തെരുവിൽ ഇറങ്ങി. അപ്പൊ അവിടെയുള്ള വേറൊരു പരിപാടിയാണ്, സിന്ധിലൊക്കെ ഉള്ള ഒരു പ്രധാന പരിപാടിയാണ് ഈ തട്ടിക്കൊണ്ടുപോയി ബലാത്സംഗം ചെയ്യുക. ഹിന്ദു ക്രിസ്ത്യൻ പെൺകുട്ടികളുണ്ട്, ചെറിയ കുട്ടികളെ. അപ്പൊ അവിടുത്തെ ഈ വാർലോഡ് പോലത്തെ വലിയ പണക്കാരായ കുറച്ച് മുസ്ലിം പ്രമാണിമാരുണ്ട്. ഇവർ ഈ പെൺകുട്ടികളെ തട്ടിക്കൊണ്ടുപോകും, എന്നിട്ട് റേപ്പ് ചെയ്ത് ഗത്യന്തരമില്ലാതെ അവളെ കല്യാണം കഴിച്ചിട്ട് മൂന്നാമത്തെയോ നാലാമത്തെയോ അഞ്ചാമത്തെയോ ഭാര്യയാക്കും. എന്നിട്ട് ഇവളെ അടുക്കളപ്പണിയൊക്കെ കൊടുത്ത് കുടിപ്പിക്കും. അങ്ങനെ എത്ര സംഭവങ്ങളുണ്ട് അറിയോ? ഇതൊക്കെ നെറ്റിലൊന്നും ജസ്റ്റ് സെർച്ച് ചെയ്താൽ കാണും. അപ്പൊ ആ പാകിസ്ഥാനൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇന്ത്യ ഒരു സ്വർഗമല്ലേ? ഇവിടെ പ്രശ്നങ്ങളുണ്ട്, പ്രശ്നങ്ങളില്ല നമ്മൾ പറയുന്നില്ല. അതിന് പകരം മൊത്തം അങ്ങോട്ട് അടച്ച് ഫാസിസമാണ്. 15 കൊല്ലം നരേന്ദ്രമോദി ഭരിച്ചിട്ടും ഈ നാട്ടിൽ മുസ്ലിങ്ങൾക്ക് കാര്യമായ എന്തെങ്കിലും പ്രശ്നം വന്നു? മേജറായിട്ടുള്ള അവർക്കുള്ള ആരാധന സ്വാതന്ത്ര്യത്തിൽ എന്തേ കുഴപ്പം വന്നു? അതേസമയത്ത് കമ്മ്യൂണിസ്റ്റുകാർ ഭരിക്കുന്ന ചൈനയിൽ എന്താണ് സംഭവം? ചൈനയിൽ ഉയ്ഗൂർ മുസ്ലിങ്ങൾ എന്ന് പറയുന്ന പാവങ്ങളുടെ ഒക്കെ അവസ്ഥ എന്താണ് അറിയോ? അവരുടെ വീട്ടിൽ ഓരോ സമയവും സർക്കാർ ജീവനക്കാർ വരും. ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സർക്കാർ ജീവനക്കാർ ഉയ്ഗൂർ മുസ്ലിങ്ങൾക്ക് വരും. അവർക്ക് പന്നി മാംസം കൊടുത്ത് തീറ്റിക്കും. ഡീ റാഡിക്കലൈസേഷൻ പ്രോസസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അവിടെ നിസ്കരിക്കാനുള്ള അനുവാദം ചൈന നിഷേധിക്കുകയാണ്. പള്ളികൾ പൊളിച്ചു കളയാണ്, മുസ്ലിം പള്ളികൾ പൊളിച്ചു കളയാണ്. കാരണം ചൈനക്കറിയാം ഒരു പരിധി കഴിഞ്ഞാൽ ഇത് നമ്മളെ രാജ്യത്തിനെ തിരിയുന്ന ചൈന മനസ്സിലാക്കിയിട്ട് ചൈന അതിശക്തമായ ഡീറാഡിക്കലൈസേഷൻ പ്രോസസ് നടത്തുകയാണ്. ഈ ഉയ്ഗൂർ മുസ്ലിങ്ങൾ അനുഭവിക്കുന്ന പീഡനം എന്താണ്? മതസ്വാതന്ത്ര്യമില്ല. അവരുടെ വീട്ടില് സർക്കാരിന്റെ ഗസ്റ്റുകളായിട്ട് ഈ ചാരന്മാർ വരും. എന്നിട്ട് ചാരന്മാർ ഇവരെ നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, ഇവരെ പള്ളികൾ പൊളിച്ചിട്ട് കളയുക, ഇവരെ മറ്റു ഭക്ഷണങ്ങൾ കഴിപ്പിക്കാൻ പ്രേരിപ്പിക്കുക, ഇങ്ങനെയൊക്കെയാണ്. അപ്പൊ എന്തൊരു പീഡനത്തിലൂടെ ഉയ്ഗൂർ മുസ്ലിങ്ങൾ കടന്നു പോകുന്നത്. നമ്മൾ കോഴിക്കോട് കടപ്പുറത്ത് ഉയ്ഗൂർ മുസ്ലിങ്ങൾക്ക് വേണ്ടി ഒരു റാലി വെക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ആരും പ്രതികരിക്കില്ല. സച്ചിദാനന്ദൻ തൊട്ടുള്ള ഒപ്പുശേഖരണ തൊഴിലാളികൾ, KN, ഇവരൊക്കെ ഉയ്ഗൂർ മുസ്ലിങ്ങളുടെ പീഡനം എന്താണ്? അതും മുസ്ലിങ്ങളാണല്ലോ. ഇവർ ന്യൂനപക്ഷങ്ങൾക്ക് വേണ്ടി നിൽക്കുന്ന ആളുകളാണെങ്കിൽ നമ്മൾ എല്ലാവിധ ന്യൂനപക്ഷങ്ങൾക്കും വേണ്ടി നിൽക്കണമല്ലോ. അവരിത് പറയില്ല. കാരണം എന്താണ്?
അത് ഒരു വോട്ട് ബാങ്ക് അല്ല. ഇവിടെ ജൂതൻ കൊല്ലുമ്പോഴാണ്, അതായത് ഗാസയിലെ പ്രശ്നം എന്താണ്, ജൂതനാണ് മറുഭാഗത്ത്, ജൂതന് മതകഥയിൽ ജൂതൻ ഒരു വില്ലനാണ്, ജൂതനൊരു വെറിയുണ്ട്. അപ്പൊ ജൂതൻ ഗാസയിൽ കൊല്ലുമ്പോൾ അത് കത്തിച്ചാൽ അവിടെ വോട്ട് വീഴും. ഇങ്ങനെ പാവപ്പെട്ട മുസ്ലിങ്ങളെ പറ്റിക്കാണ്, അവരുടെ മനസ്സിലേക്ക് വിഷം കലർത്തുകയാണ് ഈ സാംസ്കാരിക നായകർ എന്ന് പറയുന്ന ആളുകൾ ചെയ്യുന്നത്. അവർക്കെതിരെ അതിശക്തമായ പ്രതിരോധം കേരളം ഉയർത്തണം. ഇവരുടെ ഈ തട്ടിപ്പ് ശരിക്കും എക്സ്പോസ് ചെയ്യാൻ വേണം. അതെ അതെ, ഈ വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിന് വേണ്ടിയിട്ടാണല്ലോ ഈ പിന്താങ്ങുന്നത്. അതെല്ലാം ഇപ്പൊ കഴിഞ്ഞ ദിവസം ഒരു വാർത്ത കേട്ടതാണ്, കോഴിക്കോട് ഇരിങ്ങൂറാണോ കറക്റ്റ് സ്ഥലം ഓർമ്മയില്ല, ഗ്രീൻ ഓക്ക് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കാറ്ററിംഗ് സർവീസ് സെന്ററിൽ അവിടെ ഹിന്ദു യുവതികൾ വന്നു കഴിഞ്ഞപ്പോ അവിടെ ജോലിക്ക് നിൽക്കുന്നതാ, അവരുടെ കുറി മായ്ച്ചിട്ട് അവരെ തട്ടുപിടിക്കാൻ നിർബന്ധിച്ചു. എന്നിട്ട് നിങ്ങൾ ജോലി ചെയ്താൽ മതി എന്ന് പറഞ്ഞ് അത് വലിയ വിഷയമായിട്ടുണ്ട്. ഇപ്പോ തട്ടം ഇടിയിപ്പിക്കുമ്പോഴാണ് ഇവർക്ക് വിഷയം. കഴിഞ്ഞ വർഷം നമ്മുടെ സെന്റ് റീത്താസ് എറണാകുളത്തെ സ്കൂളില് ഹിജാബ് ധരിക്കാൻ പാടില്ല എന്ന് പറഞ്ഞപ്പോ ഇവർ SDPIക്കാരെ കൊണ്ട് വലിയ പ്രശ്നമാക്കിയതാ സാർ. ഇതിനെങ്ങനെ? അപ്പൊ ഒരു ഭാഗത്ത് നമുക്ക് തട്ടം അഴിപ്പിച്ചു കഴിഞ്ഞാൽ, ആ കുട്ടിയുടെ അച്ഛൻ ചോദിച്ചതാണ്, എന്റെ കുട്ടി തട്ടുവിട്ട് വന്നു കഴിഞ്ഞാൽ മതേതരത്വം തകരുമോ എന്നാണ് ചോദിച്ചത്. അങ്ങനെ ചോദിച്ചവർ ഇപ്പുറത്ത് തട്ടം ഇടാൻ നിർബന്ധിക്കുകയാണ്. അപ്പൊ അല്ല, ഇതിൽ വിശ്വാസത നമുക്ക് സംശയം ഉണ്ടെങ്കിലും ഇങ്ങനെയൊക്കെ വ്യാമോഹം നടക്കുന്നുണ്ട്. ഞാനിപ്പോ കണ്ടത് ആരിഫ് ഹുസൈൻ നടത്തുന്ന കോയ കോളിംഗ് എന്നൊരു പരിപാടിയുണ്ട്. ആ പരിപാടിയിലേക്ക് മുമ്പ് ഒരു പെൺകുട്ടി വിളിച്ചിട്ട് അവൾ ഇതേ അനുഭവം പറഞ്ഞിരുന്നു. അവൾ ആലുവയിലുള്ള ഒരുപാട് മുസ്ലിങ്ങളുള്ള ഒരു കമ്പനിയിലാണ് ജോലി ചെയ്യുന്നത്. അവളുടെ ഒരു ബ്രെയിൻ വാഷ് ചെയ്ത് ആസൂത്രണമായി മതപരിവർത്തനം നടത്താൻ ശ്രമിച്ചു. മതപരിവർത്തനം നടത്തി. അവൾക്ക് ഉണ്ടായ പീഡനങ്ങളാണ് അവൾ പറഞ്ഞത്. എന്നിട്ട് അവൾ ഉപേക്ഷിക്കപ്പെട്ടു. ഇത് തന്നെയാണ് അഖില ഹാദിയ കേസിൽ നമുക്ക് കാണാൻ കഴിയുക. ഇത് തന്നെയാണ് സിറിയയിൽ പോയ ആളുകളുടെ കാര്യത്തിൽ നിമിഷ ഫാത്തിമ തുടങ്ങിയ ആളുകൾ. ഇവിടുന്ന് ISISൽ പോയ 10-20 ആൾക്കാരുണ്ട്. കേരളം അത്ര ഭീകരവാദ വിരുദ്ധ സ്ഥലമൊന്നല്ല കേട്ടോ. പടന്ന ISIS റിക്രൂട്ട്മെന്റ് എന്ന സ്ഥലമുണ്ട്. 10-20 പേര് പോയിട്ടുണ്ട്. ഷജീർ അബ്ദുള്ള എന്ന് പറഞ്ഞ മൂഴിക്കലുള്ള ഒരാള്, എന്റെ നാട്ടുകാരനാണ്. അഫ്ഗാനിസ്ഥാനിൽ പോയി പൊട്ടി മരിച്ചത്. NITയിൽ പഠിച്ച ആളാണ്. ഒരു കുട്ടി NITയിൽ പഠിക്കണം, എന്തുമാത്രം ബ്രില്യന്റ് ആയിരിക്കണം. അവിടുന്ന് നല്ല റാങ്കിന്റെ അടുത്ത് മാർക്ക് വാങ്ങിയ ഷജീർ അബ്ദുള്ള ജിഹാദിയായി സിറിയയിൽ പോയി അവിടുന്ന് അഫ്ഗാനിലെത്തി. അഫ്ഗാനിൽ പൊട്ടി മരിച്ചപ്പോഴാണ് നമ്മൾ അറിയുന്നത്. ഇങ്ങനെ എത്ര പേര് കേരളത്തിൽ നിന്ന് പോയിട്ടുണ്ട്. കേരളം അങ്ങനെ ഒരു ഭീകരവിരുദ്ധ പ്രസ്ഥാനം നയിക്കുന്ന ഒരു പുണ്യപുരോധനമായ രാജ്യമാണെന്നുള്ളതൊക്കെ നമ്മളെ തെറ്റിദ്ധാരണയാണ്. ഇവിടെ ഭീകരവാദത്തിന് നല്ല വളക്കൂറുണ്ട്. അപ്പൊ ഇങ്ങനെ ഒരു പരിപാടി ഉണ്ടല്ലോ, ഈ റാഡിക്കലൈസേഷന്റെ ഒരു പ്രോസസ്സ് കേരളത്തിൽ നടക്കുന്നുണ്ട്. ഇത് ബ്രിട്ടനൊക്കെ ചെയ്യുന്ന മാതിരി. ബ്രിട്ടനൊക്കെ ഇപ്പൊ അതിശക്തമാണ്. എവിടെയെങ്കിലും ഒരു ജിഹാദി ആക്ടിവിറ്റി ഈ പറഞ്ഞ രീതിയിൽ കുറി മാച്ച് തട്ടടിക്കാനുണ്ട് എന്നുള്ള ഫോൺ വിളിച്ച് പറഞ്ഞാൽ ബ്രിട്ടൻ അപ്പ അറസ്റ്റാ. കാരണം എന്താണ്, അവിടെ മുസ്ലിങ്ങൾ വന്നു ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ അവളെ ജനസംഖ്യ ഒരു 10% അടുത്തതോട് കൂടി അവർക്ക് പിന്നെ വേണ്ടത് ഇത് ശരിയ ഫോർ ബ്രിട്ടനാണ്, ശരിയ ഫോർ UK തന്നെ പ്രകടനം, ശരിയ ഫോർ ഓസ്ട്രേലിയ, ശരിയ ഫോർ അയർലൻഡ്. ഇങ്ങനെ പ്രശ്നങ്ങൾ തുടങ്ങുകയാണ്. കാനഡയിലും അമേരിക്കയിലും ഒക്കെ പ്രശ്നങ്ങൾ വരികയാണ്. നോക്കണം, ജർമ്മനി നോക്കണം. ജർമ്മനി 10 ലക്ഷം മുസ്ലിങ്ങളെ എടുത്ത രാജ്യമാണ്. അഭയാർത്ഥികളെ ലെബനനിൽ നിന്നും സിറിയയിൽ നിന്നൊക്കെ വന്ന, അഫ്ഗാനിൽ നിന്ന് വന്ന അഭയാർത്ഥികളെ പോലെ അവരെടുത്തു. മുസ്ലിം രാജ്യങ്ങൾ എന്ന് പറയുന്ന ഒരു രാജ്യം ഒരാളെ എടുത്തിട്ടില്ല. അങ്ങനെ സിറിയ ഈ ജർമ്മനി എടുത്തു. ആഞ്ചല മെർക്കലിനെ കുറിച്ച് ടൈം കവർ സ്റ്റോറി ഒക്കെ ചെയ്തു. വലിയ കാരുണ്യത്തിന്റെ പ്രവാചകയാണെന്നൊക്കെ പറഞ്ഞിട്ട്. എന്നിട്ട് എന്താണ്ടായത്? ജർമ്മനി ഇപ്പൊ നിന്ന് കത്തിയാണ്. ജർമ്മനിന്റെ പല ഭാഗത്തും കത്തിയാക്രമണം. അവര് ഈ പറയുന്ന അഭയാർത്ഥികളെ മുഴുവൻ ഭക്ഷണം കൊടുത്ത് പഠിപ്പിച്ച് വലിയ പൊസിഷനിൽ എത്തിച്ച് ഡോക്ടർമാരും എഞ്ചിനീയർമാരും ഒക്കെ ആയി ഒരുപാട് പേര് വളർന്നൊരു കമ്മ്യൂണിറ്റി സംഘടിച്ച് ജനസംഖ്യ പതുക്കെ കൂടുമ്പോൾ പിന്നെ അവർക്ക് ഡെമോക്രസി അല്ല വേണ്ടത്, പിന്നെ അവർക്ക് ശരിയാണ് വേണ്ടത്. ഇത് അവരുടെ കുഴപ്പമല്ല, അതാണ് പ്രശ്നം. ഇത് മതപരമായ ഒരു വൈറസാണ്. ഈ വൈറസിനെ എടുത്തു കളയണം. അതിനാണ് ഡീ റാഡിക്കലേഷൻ എന്നുള്ള പ്രോഗ്രാം എന്നാണ് നമ്മൾ പറയുന്നത്. ഈ വൈറസിനെ എടുത്തു കളയുന്ന പണി ഇവിടെ ആരും എടുക്കുന്നില്ല. സാംസ്കാരിക നായകർ ഈ വൈറസിനെ മൂപ്പിച്ചു കൊടുക്കാണ്. ഇസ്ലാം എന്തോ മഹത്തരമാണ്, നോമ്പ് എന്തോ പുണ്യമാണ്, നിസ്കാരം ഭയങ്കരമാണ്, എക്സസൈസ് ആണ് എന്നാൽ ഇവർ 24 മണിക്കൂർ ഹിന്ദുത്വത്തെ കുറിച്ച് പറയുകയും ചെയ്യും. ഇപ്പൊ ഡോക്ടർ ശ്യാംകുമാറിന്റെ ഒക്കെ പ്രഭാഷണം കേട്ടില്ലേ, ഏത് സമയം ജാതിയാണ്. ആ ജാതി ഈ ജാതി ഹിന്ദു കമ്മ്യൂണിറ്റിയിൽ മുഴുവൻ ഒരു അരക്ഷിതാവസ്ഥ ഉണ്ടാക്കുന്ന രീതിയിൽ പുള്ളി ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. നമ്മൾ ആരെങ്കിലും ജാതി നോക്കുന്നുണ്ട്?